കേരള സംസ്ഥാനത്തെ അടച്ചാക്ഷേപിക്കുന്ന വിധത്തിലുള്ള ഒരു പരാമർശമല്ല, വളരെയേറെ പരാമർശങ്ങൾ നിതീഷ് റാണ എന്ന പേരുള്ള BJPയുടെ മഹാരാഷ്ട്ര മന്ത്രിയിൽ നിന്നുണ്ടായി. അത് കേരളം ഒരു മിനി പാകിസ്ഥാനാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം. അതാണ് ഈ നിതീഷ് റാണയെ പോലുള്ള ആളുകളൊക്കെയാണ് നമ്മുടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളും ഭരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. എന്ത് വൃത്തികെട്ട പരാമർശങ്ങളാണ് നടത്തിയത്. ഒരു സംസ്ഥാനത്തെ അടച്ചാക്ഷേപിക്കുകയാണ്. കേരളം ഒരു മിനി പാകിസ്ഥാനാണെന്നാണ് നിതീഷ് റാണയുടെ പക്ഷം. അത് മാത്രമല്ല, തുടർന്നുള്ള പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളും ഒക്കെ വളരെ കൂടുതലാണ്. രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ സഹോദരി പ്രിയങ്കയും ഇവിടെ ജയിച്ചത് ഭീകരരുടെ വോട്ട് കൊണ്ടാണെന്നാണ് കേട്ടോ. അവർക്ക് വോട്ട് ചെയ്തവരെല്ലാം ഭീകരരാണ്. ഇതാണ്, എല്ലാവരും ഭീകരരാണ്. അവർക്ക് വോട്ട് ചെയ്ത ആളുകൾ മുഴുവൻ. ഇയാൾക്ക് വോട്ട് ചെയ്യുന്ന ആരും ഭീകരരല്ല. അയാൾ വളരെ വലിയ ആളാണ്. എന്നിട്ട് അതും കഴിഞ്ഞിട്ട് അത് മാത്രമല്ല, ഭീകരനെന്ന് പറഞ്ഞത് കൂടാതെ വേറെ പറഞ്ഞു, ഇവിടുത്തെ ഹിന്ദുക്കൾ, കേരളത്തിലെ ഹൈന്ദവർ വിചാരിച്ചപ്പോൾ 12,000 സ്ത്രീകളെ, സഹോദരിമാരെ രക്ഷപ്പെടുത്തിയെന്നാണ്. ഒരു സഹോദരിയെ തന്നെ രക്ഷപ്പെടുത്താൻ എന്ത് പാടാണ്. എന്നിട്ടും 12,000 സഹോദരിമാരെ രക്ഷപ്പെടുത്തിയവരാണ്. ഞങ്ങളെ ചെയ്ത് കാണിച്ചു കൊടുക്കും കേട്ടോ. അതുപോലെ അനധികൃതമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്നവരെയൊക്കെ ഞങ്ങൾ നേരിടും, അവരെ കാണിച്ചു കൊടുക്കും. അവിടെ മഹാരാഷ്ട്ര ഭരിക്കുന്നത് കാവി ഉടുത്ത മുഖ്യമന്ത്രിയാണ്. ഇതൊക്കെയാണ് ഫഡ്നാവിസിന് കൊടുത്തേക്കുന്ന, അദ്ദേഹം കൊടുത്ത തുല്യം ചാർത്തിയൊക്കെയാണ് കേട്ടോ. കാവി ഉടുത്ത മുഖ്യമന്ത്രിയാണ് അവിടെ ഭരിക്കുന്നത്. അതുകൊണ്ട് അത് മനസ്സിലാക്കണം. അപ്പോൾ കാവി ഉടുത്തു കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. അപ്പോൾ ഇവിടെ കാവി ഉടുക്കാത്തതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടുന്ന് കാവി ഉടുത്തോണ്ട് ഒരാൾ പോയിട്ടുണ്ട്. അയാളെ കണ്ട് ഇവിടത്തേക്ക് യാതൊരു പ്രയോജനവും കേരളത്തിനുണ്ടായിട്ടില്ല. അവരൊന്നും ഭീകരവാദികളല്ല കേട്ടോ. ഈ പ്രിയങ്കയ്ക്കും രാഹുലിനും വോട്ട് ജയിപ്പിച്ച ആളുകളെല്ലാം ഭീകരവാദികളും ഭീകരരുമാണ്. അവരാണ് ഭീകരരാണ്. പിന്നെ ഇതുപോലെ ഒരു മന്ത്രി, ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഇതുപോലുള്ള പുലമ്പലുകൾ നടത്തുക എന്ന് പറയുന്നത് വളരെ ദുഃഖകരമാണ്. കാരണം നമ്മൾ അവരെയൊക്കെ സഹിക്കണമല്ലോ, അതാണ് ഈ കാര്യം. അപ്പോൾ ഇത് അയാളെ തിരഞ്ഞെടുത്തു പോയി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വളരെ വലിയ ഇതാണ്. ഈ കേരളത്തിനെ ആക്ഷേപിച്ചതിന് യഥാർത്ഥത്തിൽ പ്രതികരിച്ച് കണ്ടത് പ്രതിപക്ഷ നേതാവ് VD സതീശനും അതുപോലെ തന്നെ നമ്മുടെ CPIയുടെ സെക്രട്ടറി ബിനോയ് വിശ്വമാണ്. വേറെ ആരും ഒന്നും പറഞ്ഞ് ഞാൻ കണ്ടില്ല. അതായത് ഈ മാർക്സിസ്റ്റുകാർക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇതിന് വഴിമരുന്ന് ഇട്ടുകൊടുത്ത യഥാർത്ഥത്തിൽ മാർക്സിസ്റ്റുകാരാണെന്നുള്ള ആരോപണം സത്യമാണ്. അതായത് കോൺഗ്രസ്സുകാർ പറഞ്ഞു, അതായത് ഈ KPCC പ്രസിഡന്റും അതുപോലെ പ്രതിപക്ഷ നേതാവും പറഞ്ഞത്, ഇതിന് വഴിമരുന്ന് ഇട്ടുകൊടുത്തത് ഇത് ഇങ്ങനെ, അതായത് ഇതേപോലെ ഈ കേരളത്തിനെ ഇങ്ങനെ ആക്ഷേപിക്കാൻ ഉള്ള മാർഗം ഉണ്ടാക്കി കൊടുത്തത് ഇവരാണെന്നുള്ളതാണ്. കാരണം ഇവർ തോറ്റ് ഒരു മാർഗവും ഇല്ലാതെ പോയി കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞ എന്താണെന്നറിയാമോ? CPMൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രഖ്യാപനം ഉണ്ടായത്, അതായത് ഈ ഭീകരവാദികളെ കൂട്ടുപിടിച്ചും കേട്ടോ. അതായത് ജമാഅത്ത് ഇസ്ലാമിയും അതുപോലെ SDPI ഒക്കെയാണ് പറയുന്നത്. അവരെയൊക്കെ കൂട്ടുപിടിച്ചാണ് ഇവിടെ ഇലക്ഷൻ ജയിച്ചതെന്ന് ആദ്യമേ ഇവരങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ അത് ഏറ്റവും നല്ലൊരു ഏണിയല്ലേ BJPക്ക് കിട്ടിയത്. അപ്പോൾ നോക്കിയപ്പോൾ ഇതേപോലുള്ള വലിയ വർഗീയവാദികളും വൃത്തികെട്ടവന്മാരും ആ പാർട്ടിയിൽ ഉള്ളിടത്തോളം കാലം അവരിത് ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കും. അവർ അതങ്ങോട്ട് പിടിച്ചിട്ട് ഒരു പടി കൂടുതൽ അങ്ങ് കിടന്നു എല്ലാം. ഇതായത് ഒരു മിനി പാകിസ്ഥാനാണ്. അപ്പോൾ ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു മിനി പാകിസ്ഥാന്റെ മുഖ്യമന്ത്രിയാണ്. ഇവിടുത്തെ മന്ത്രിമാരെല്ലാം അങ്ങനെയാണ്. ഇതല്ലേ വരുന്നത്. ഇവർക്കൊന്നും ഇതിന് തർക്കവും പരാതിയൊന്നും ഇല്ലല്ലോ. യഥാർത്ഥത്തിൽ ഇതിനെതിരെ പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ പ്രസിഡന്റിനും ഒക്കെ പരാതി കൊടുക്കേണ്ടതല്ലേ. ഇതാരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒന്നുമില്ല. ആകെ ഞാൻ പറഞ്ഞ ഈ 2 പേര്, കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പ്രതിപക്ഷ നേതാവും അതുപോലെ KPCC പ്രസിഡന്റും അതേപോലെ തന്നെ CPIയുടെ ഭാഗത്തു നിന്ന് ശ്രീ ബിനോയ് വിശ്വവും, ഇവർ മാത്രം അതിനകത്ത് പ്രതികരിച്ചു കണ്ടു. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇത് പ്രതികരണമൊന്നുമില്ലേ? ഇതിന്റെ താത്വിക ആചാര്യനായിട്ട് ഇപ്പോൾ ഇരിക്കുന്ന ശ്രീ MV ഗോവിന്ദനൊന്നും വാറക്കാത്ത എന്താ ഇതിനെക്കുറിച്ച്? വേറെ എത്രയോ കാര്യങ്ങൾ പറയാൻ വാറക്കോട്ടോ, എത്രയോ കാര്യങ്ങൾ. പക്ഷേ ഇതിനെ സംബന്ധിച്ച് ഇവർക്ക് പരാതിയൊന്നുമില്ല. അതായത് കേരളത്തിനെ പാകിസ്ഥാൻ എന്ന് വിളിച്ച് ആക്ഷേപിക്കുക എന്ന് പറയുമ്പോൾ കേരളം ഇന്ത്യയുടെ ഒരു സംസ്ഥാനമാണ്.
എന്ന് പോലും തിരിച്ചറിയാൻ വയ്യാത്ത ഒരുത്തനാണ് ഈ വിളിച്ചു പറഞ്ഞത് ഈ വാചകം. അപ്പൊ അയാളുടെ മന്ത്രിയായിട്ടിരിക്കുന്നവനാണ്, അയാൾക്കെതിരെ പരാതി കൊടുക്കണം. അതാ വേണ്ടത്. അവിടുത്തെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കണം ഇതിനെതിരെ, അവിടുത്തെ ഗവർണർക്ക് കൊടുക്കണം, അതേപോലെ തന്നെ ഈ പ്രസിഡന്റിന് കൊടുക്കണം, പ്രധാനമന്ത്രിക്ക് കൊടുക്കണം. ഇത് ഈ രീതിയിൽ ഉള്ള പുലമ്പലുകൾ നടത്തുന്നതിൽ നിന്ന് ഇവർ മാറണം, പിന്തിരിയണം. അതാണ് ചെയ്യേണ്ടത്. ഇതുകൊണ്ടൊന്നും ഞാൻ പറഞ്ഞില്ല, വർഗീയമായിട്ട് ജനങ്ങളെ അങ്ങ് ചേരിതിരിക്കുകയാണ്. കാരണം ഭരണം നിലനിർത്തണമെങ്കിൽ ഉള്ള മാർഗം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഏതെങ്കിലും വിധത്തിൽ 12,000 ഹിന്ദു പെൺകുട്ടികളെ രക്ഷിച്ചെന്ന്, ഏത് 12,000ത്തിന്റെ കാര്യമാണ് ഇയാൾ ഈ പറയുന്നത്? എവിടുത്തെ കാര്യമാണ്? ഇങ്ങനെ 12,000 പെൺകുട്ടികൾ ഇവിടെ അപകടത്തിൽപ്പെട്ടോ? എത്രയോ പെൺകുട്ടികൾ അപകടത്തിൽപ്പെടാറുണ്ട്, ശരിയാണ്. അത് ജാതി മതമൊന്നും നോക്കിയിട്ടൊന്നുമല്ല. ഒരുപാട് എണ്ണത്തിന് ഇതുവരെ അപകടങ്ങളൊക്കെ വരും. ഈ 12,000-നെ രക്ഷിച്ച കാര്യം ഇയാൾ എവിടുന്ന് പറയുന്നെന്നുള്ളത് അറിഞ്ഞൂടാ. ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളാണ് 12,000 പെൺകുട്ടികളെ രക്ഷിച്ചതെന്ന്. ഇതാണ് ഈ ഹൈന്ദവ സഹോദരങ്ങൾ ഉൾപ്പെടെ ഉള്ള ഈ സ്ഥലത്താണ്, ഈ സംസ്ഥാനത്തെയാണ് അയാൾ പാകിസ്ഥാൻ എന്ന് വിളിച്ചത്. അതാണ് നോക്കണം. ഇവിടുത്തെ ഹിന്ദുക്കള് പാകിസ്ഥാനിലെ ഹിന്ദുക്കളാണ് എന്നുള്ള രീതിയിലാണ് അയാളുടെ കാഴ്ചപ്പാട്. ഇതാണ് കാര്യം. അപ്പൊ ഇതിനെതിരെ നടപടി വേണ്ടതാണ്. ഇതുപോലുള്ള വൃത്തികേടുകൾ വിളിച്ച് പറയുന്നതിന് നടപടി വേണം നിർബന്ധമായിട്ടും. ഇങ്ങനെയുള്ളവരെയൊക്കെ ഈ സ്ഥാനത്തൊക്കെ ഇരുത്തുന്നതിനെ കുറിച്ച് ഈ BJP-ക്കാർ തന്നെ ചിന്തിക്കണം, ഇവനെയൊക്കെ ഇവിടെ ഇരുത്തണോ വേണ്ടയോ എന്നുള്ളത്. ഈ രീതിയിലുള്ള ചേരിതിരിവ്, അവിടെ കാവ്യ എടുത്തവരല്ലെങ്കിൽ ഇവിടുത്തെ മുഖ്യമന്ത്രി കാവ്യ എടുത്തേക്കാണ്, അതുകൊണ്ട് ഒരു പ്രശ്നമില്ലെന്നാണ് അവിടെ എന്ന് പറഞ്ഞാൽ, ഇനി ഇവിടെ ശ്രീ പിണറായി വിജയനും കാവ്യ എടുത്തുകൊണ്ട് നടക്കണം. അതാ വേണ്ടത്. അപ്പൊ ആ രീതിയിലേക്കുള്ള കാഴ്ചപ്പാടാണ് ഈ മന്ത്രിയുടെ ഭാഗത്ത്. മന്ത്രി എന്ന് പറയുന്ന ഒരുത്തനെ ഇങ്ങനെ മന്ത്രി എന്ന് അവനെ പറയാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. എന്ത് നാണക്കേടാണ്.